സെയിം. അപ്പം ഞങ്ങള് ഇന്ന് ഒരു സ്ഥലം വരെ പോകാൻ പോവാണ്. എവിടെ വെച്ച് പോകുന്ന? ഇച്ചൊരു കറക്റ്റ് എവിടെയാ പോണെന്ന് അറിയില്ല, കാരണം ഇത് പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ്. വർക്കലയ്ക്ക് അടുത്തുള്ള ഫ്രാഗ്രന്റ് നാച്ചർ റിസോർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടിയില്. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ സമയം ഏകദേശം 10 മണി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് പോണ വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്നല്ല. പിന്നെ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കുറേ കാര്യങ്ങളുണ്ടൊക്കെ കാണിച്ചു തരാം. നമ്മൾ വർക്കലേൻ്റെ അടുത്തുള്ള ഫ്രാഗ്രന്റ് നാച്ചർ റിസോർട്ടിലെത്തി. റിസപ്ഷനിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. റൂംസൊക്കെ കണ്ടിട്ട്, അവിടുത്തെ റിസോർട്ട് എങ്ങനെയാണെന്ന് കണ്ടിട്ടാണ് കേട്ടോ ചെക്ക് ഇൻ ചെയ്തത്. നല്ല റിസോർട്ടാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ബാക്കി അതിനുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിസപ്ഷൻ വരുന്നത്. ഇത് നമ്മൾ വന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങൽ വഴിയാണ് നമ്മൾ വർക്കലയിലേക്കുള്ള ഈ റിസോർട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് അട്രാക്ഷൻ തോന്നിയത് എന്താണെന്ന് പറയുന്നത്, ഇതിനപ്പുറത്തേക്കൊരു കായലാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ നോക്കിയത് അങ്ങോട്ടേക്കാണ് കേട്ടോ. നേരെ കായലാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ടൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഈ റിസോർട്ടിലുള്ള ഒരുപാട് വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ കാണാനായിട്ട്? ഇതാണ് നമ്മുടെ ഫ്രാഗ്രന്റ് നാച്ചർ റിസോർട്ടിൻ്റെ റിസപ്ഷൻ അതിഗംഭീരമാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ളത് നല്ല രസം തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഇൻറ്റീരിയറൊക്കെ ചെയ്തത് നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കൊന്ന് കുറേ വുഡിൻ്റെ സംഭവങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇരിക്കാനൊരു ഇതൊക്കെ ഉണ്ട്, സിറ്റിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതവിടെ വലിയൊരു ഇതെന്താ സന്തോഷമാണ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. അത് നമ്മളെ ഈ റൂമിൻ്റെ ഒരു ഇൻറ്റീരിയർ ചെയ്തതിൽ ഇത് വലിയൊരു ഘടകമാണെന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. വരുമ്പോൾ തന്നെയുള്ള ഒരു കാഴ്ചയാണ്. വലിയൊരു വിളക്കും ഈ പറഞ്ഞ പോലെ വലിയൊരു പൂജയും. അതേപോലെ നല്ലൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് ഇരിക്കാനുള്ളൊരു പ്ലേസാണ് ഇവിടെ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നേരെ അങ്ങോട്ടേക്ക് നോക്കിയാൽ നമ്മുടെ കായലാണ് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്കൊക്കെ പോയി നോക്കാം. വലിയ വലിയ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ റിസോർട്ട്. അവിടെയും ഇവിടെയൊക്കെ വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര തണലാണ് ഇവിടെ ഉള്ളത്. നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങ് താഴോട്ടേക്ക് പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ്. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്കാണ്. റിസപ്ഷനിൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. വളരെ വിശാലമായ ഒരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം ആൾക്കാർക്ക് നല്ല രീതിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു വിശാലമായ റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉള്ളത്. നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്ലേ ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ അപ്പുറത്ത് സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പുറത്തേക്കുള്ള വഴി ഇതാണ്. അങ്ങനെ വന്നാൽ ഇവിടെയാണ് നമുക്ക് പ്ലേ ഏരിയ കാണാൻ പറ്റുന്നത്. നേരെ അങ്ങോട്ടേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂള്, പിന്നെ അങ്ങോട്ടേക്ക് പോയാലാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണ വില്ലേൻ്റെ പേര് തുളസി. അപ്പോൾ നോക്കാം. പ്ലാന്റിൻ്റെ നെയിമാണല്ലേ, ഓരോ വില്ലയ്ക്കും ഓരോ നെയിമായിരിക്കും. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ലിവിങ്ങും ഡൈനിങ്ങുമായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം, ഇവിടെ വന്നിട്ട് നമുക്ക് ഇരിക്കാം. അതേപോലെ തന്നെ കോഫി മേക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഫ്രിഡ്ജുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നല്ല വിശാലമായൊരു ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ബാത്റൂമാണ്. ബാത്റൂം നല്ല വിശാലമായിട്ടുള്ളതാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ടൊരു വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബിൽ തന്നെ ചപ്പൽസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെഡ്റൂമാണ്. ഒരു മിററുണ്ട്. പിന്നെ നമ്മളെ എന്താ പറയുക, പുറത്തേക്ക് നല്ലൊരു കാഴ്ചയുള്ളൊരു ബാൽക്കണി ഉണ്ട്. അത് ഞാൻ തുറന്നു തരാം. ബാൽക്കണി അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ നമ്മൾ നേരെ കാണുന്നത് നമ്മൾ കായലാണ്. ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചായയോ സ്നാക്സോ ഒക്കെ ഇരുന്ന് കഴിക്കാം. ഇവിടെ ശരിക്കും ഞാൻ കർട്ടൻ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെയും ഒരു നല്ലൊരു സ്ഥലമുണ്ട് ഇരിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു കാഴ്ച കേട്ടോ. നമുക്ക് നൈറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം. നല്ല രസമുണ്ടല്ലേ? എങ്ങനെ ഉണ്ടിച്ചു? കൊള്ളാവോ?
കുറേ ബബിൾസ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ ബബിൾ. ഓക്കെ, ഓരോരോ വില്ലകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ബാക്കി അപ്പുറത്തൊക്കെ പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങളടുത്ത് പറയുന്നത്. നേരെ തന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ റൂമിൽ നിന്നൊക്കെ നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാവുന്നതേ ഉള്ളൂ. പിന്നെ ഇച്ചു ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് നമുക്ക് പോയി നോക്കാം. ഇഷുങ്ങ് വാ. ഇവിടെ അതാ നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. താഴത്ത് ചെറിയൊരു പോണ്ടാണ്. ബ്രിഡ്ജ് ഉണ്ട്, നോക്കിയത് കയറിയൊക്കെ. വീഴൂലായിരിക്കല്ലേ? വീഴൂലെന്ന് പ്രതീക്ഷിക്കാം. ടണ്ടടേ. ആഹാ, അവിടെ നിൽക്ക്. അങ്ങോട്ട് നോക്കിയേ. എങ്ങനെയുണ്ട്? ഇങ്ങനെ കാണിക്ക്, ഇങ്ങനെ കാണിക്ക. മുളകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ അവിടെ. മാവുണ്ട്. ഇത് പിന്നെ എന്ത് മരമാണോന്ന് അറിയില്ല. ശ്രദ്ധിച്ചിറങ്ങി. ഷുഗർ കെയിൻ അല്ല അത്. ഇങ്ങനെ നമുക്ക് പോകാനായിട്ട് ഇതാ ഒരു പാത്തുണ്ട്. ഇങ്ങനെ നേരെ നമ്മൾ ബാക്കിലേക്ക് കാണുന്നത് എന്താണ്? കായലാണ്. അപ്പോൾ കായലിൻ്റെ സൈഡിൽ കുറച്ച് വില്ലകളൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് കുറേ വില്ലകൾ കണ്ടു. ആ സൈഡിലും ഇതേപോലെ റൂംസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ കുറച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് ഈ ഏരിയയിലേക്ക് പോയാൽ എന്തൊക്കെയാണെന്നുള്ളതാണ്. സൺസെറ്റ് ബാറുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, പിന്നെ പാർട്ടി ഏരിയ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ നമുക്ക് വൈകിട്ടൊക്കെ ഇങ്ങനെ കായലിൻ്റെ സൈഡിലൂടെ, പക്ഷേ എന്താണ് അങ്ങോട്ട് പോകണമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. അത് ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ കായലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എപ്പോഴും ഇവർ ഈ കായൽ, കടൽ, മണൽ, തണൽ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അതൊക്കെയല്ലേ എൻ്റെ രസം. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കാനായിട്ട്. അങ്ങ് കണ്ണത്താ ദൂരത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്നിങ്ങനെ ക്ഷീണിച്ചിങ്ങനെ വരുമ്പോൾ രണ്ട് സൈഡിലും രണ്ട് വൃക്ഷങ്ങൾ ഇങ്ങനെ തന്നിട്ട് നമുക്കിങ്ങനെ തണൽ തരുന്നുണ്ട് കേട്ടോ. ഇത് ചിക്കുവിൻ്റെ മരമാണ്. അപ്പം നല്ല രസമുണ്ട്. കുറച്ച് നേരം നമ്മളിങ്ങനെ നടന്നൊക്കെ ക്ഷീണിച്ച് വരുമ്പോൾ ഒരു തണലായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്. ഇവിടെ വലിയൊരു ബദാമിൻ്റെ ഒരു മരമുണ്ട്. അത് നല്ല വലിപ്പമുണ്ട് കേട്ടോ ബദാമിൻ്റെ മരം. ഇവിടെ താഴെ മുഴുവനും കുറേ ബദാം ഇരിപ്പുണ്ട്. പണ്ട് നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ബദാം ഇങ്ങനെ എടുക്കാം, എന്നിട്ട് നമ്മളൊരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ കുത്തി പൊട്ടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മറ്റേ പരിപ്പുണ്ടല്ലോ ബദാമിൻ്റെ, അത് കിട്ടും. അത് ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ബദാം. ഈ കണ്ട ഓർമ്മകളൊക്കെ എങ്ങനെയുണ്ട് കഴിച്ചോട്ടെ. ഇത് പക്ഷെ കുറച്ച് പാടുണ്ട് കേട്ടോ. കല്ല് വെച്ച് നമ്മളിങ്ങനെ കുത്തി പൊട്ടിക്കും.
ബോറടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഇച്ചു നമുക്ക് എനിക്ക് ഒരു കാര്യം ചെയ്താലോ, ഡാൻസ് ചെയ്താലോ? ഇച്ചു അതെന്തിനാ പാർക്ക് പോവാത്തോണ്ട് സങ്കടപ്പെടാനോ? ശരി, ഇപ്പോൾ പോവാം, ഈവനിങ് പോവാലോ. അപ്പോൾ ശരി, അപ്പോൾ ഇച്ചു ഒരു ഡാൻസ് കളിക്കുന്നതായിരിക്കും അല്ലേ ഇച്ചു? ഇച്ചുവിൻ്റെ ബോറടി മാറ്റാനായിട്ട് നമ്മൾ ചെറിയ 2-3 സ്റ്റെപ്പ് അല്ലേ ഇച്ചു? ഓക്കെ. ആ ശരി, അപ്പോൾ അത് കളിക്കാം. ഞാനത് എടുക്കട്ടെ. ആ ശരി, ഓക്കെ. പാർക്കിലേക്ക് പോവാണ് അല്ലേ ഇച്ചു? പാർക്ക് കണ്ടതും ഇച്ചു ഓടിപ്പോയി. കുറേ നേരമായിട്ട് അവളെ നിവർത്തിക്കുവാണ് പാർക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇങ്ങനെ നീ കയറിയിട്ടിരിക്കും. ആ ഒരു മിനിറ്റ്. ഓക്കെ. ചെറിയൊരു റൈഡിലേക്ക് ചേരാല്ലേ? വീണോ? ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവള് പ്ലേ ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം കുറേ നേരമായിട്ട് എന്നെ വെറുപ്പിച്ചോണ്ടിരിക്കുകയാണ്. കളിക്കാൻ വരണം എന്ന് പറഞ്ഞു. ഉള്ള ഏരിയ അല്ലേ, നീ എന്നെ വല്ലാണ്ട് വലുതാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആടിയിട്ട് നീ വീഴുവേ. $4500 മുതലാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ചായ ഓക്കെ. ഞാൻ പറഞ്ഞിരിക്കുന്നത് കോഫിയാണ് കേട്ടോ. ജങ്ക ഗെയിം ഏകദേശം ഇപ്പൊ 8 o'clock ആയി. ഇവര് ജങ്ക് കളിച്ചോണ്ടിരിക്കുവാണ്. ശരി, ഞാൻ വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി അല്ലിച്ചു. ഇന്ന് നമ്മൾ പോവാണ് കേട്ടോ. അത് സങ്കടം ഉണ്ടല്ലേ? ഇച്ചുവിന് എന്താ വേണ്ട? ദോശയല്ല വേണ്ട. പിന്നെ ദോശയുണ്ട്, പിന്നെ ഉപ്പുമാവുണ്ട്, സാമ്പാർ, പിന്നെന്താ ഇഡ്ഡലി. ഇച്ചിരി ഇഡ്ഡലി വേണ്ട. ഇതെന്താണ്? ചട്നി. ഇത്രയും സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ ഫുഡിൽ. ഇച്ചിരി എന്താ വേണ്ട? സാമ്പാറാണോ ചട്നിയാണോ? സാമ്പാറാണോ? അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഞാൻ എന്താ കഴിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഇഡ്ഡലി മതി. 2 ഇഡ്ഡലി. പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ. ടേസ്റ്റ് ഉണ്ട്. സാമ്പാർ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സാമ്പാറും ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഇന്ന് ഫ്രാഗ്രന്റ് നാച്ചർ റിസോർട്ടിനോട് വിട പറയാണ്. ഇന്നത്തേക്ക് മാത്രമാണ്. നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും ഞങ്ങൾ വരും. നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്തിച്ചു? കൊള്ളാവോ?
അതെന്താ വെച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങൾ മറക്കരുത്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ടാറ്റയിലായിരുന്നോ യെസ് കറിക്കോളൂ. ലോക്ക.